സ്വ എന്നുള്ള അക്ഷരമാണ്. സ്വ സ്വ എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതുന്നത് എപ്രകാരമാണ്? മലയാളത്തിൽ നമ്മുടെ ഇങ്ങനെയാണ് എഴുതുക. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. മലയാളത്തിൽ എഴുതുന്നത് അല്ല സ്വ, ഈ സ്വാൻ. ഈ സ്വാക്ക് നമ്മൾ ഫത്തഹാണ് ഇടുന്നെങ്കിലോ ഫത്തഹ് ഇട്ട് കഴിഞ്ഞാൽ സ്വ എന്ന് വായിക്കും. ഓക്കെ, സ്വ. ഇനി കെസറിട്ട് കഴിഞ്ഞാലോ? കെസറിട്ട് കഴിഞ്ഞാൽ സ്വി എന്ന് വായിക്കും. ലമ്മാണ് ഇടുന്നതെങ്കിൽ സു എന്ന് വായിക്കും. അടുത്തത് സുക്കൂനാണ് ഇടുന്നെങ്കിലോ? സുക്കൂനാണെന്നെങ്കിൽ സ് എന്ന് വായിക്കും. ഇതാണ് സ്വാദ്. ഹറഫിന് എന്താ പറയുക? സ്വാദ്. അതുപോലെ തന്നെ ഫതഹിട്ടാൽ സ്വ, കെസറിട്ടാൽ സി, ലമ്മിട്ടാൽ സു, സുക്കൂനാണെന്നെങ്കിൽ സ് എന്നാണ് വായിക്കുക. ഓക്കെ, അടുത്ത അക്ഷരമാണ് ദ്വ. ഇത് നമുക്ക് മലയാളത്തിൽ അക്ഷരം നമുക്ക് കാണാൻ പറ്റില്ല. ദ്വ. ഓക്കെ, സ്വാദിട്ടിട്ട് അതിനൊരു പുള്ളിയാണ് വാക്ക്. ഓക്കെ, ഫതഹാണ് ഇടുന്നെങ്കിൽ ദ്വ എന്ന് വായിക്കുന്നു. കെസ്റാണ് ഇടുന്നെങ്കിലോ ദി എന്ന് വായിക്കുന്നു. ദ്വ ദി, ദ്വ ദി. ഓക്കെ, അടുത്തത് ലമ്മാണ് ഇടുന്നെങ്കിൽ ലു എന്ന് വായിക്കും. ലമ്മിട്ടാൽ ലു. ഇനി സുക്കൂനാണ് ഇടുന്നെങ്കിലോ വ് എന്ന് വായിക്കും. സുക്കൂനിട്ടാൽ വ്. അപ്പോൾ വ, വ, ദി, ദു, വ്. ഈ അക്ഷരത്തിൻ്റെ പ്രത്യേകത, ഇത് അറബി ഭാഷയിൽ മാത്രമേ ഈ ഒരു അക്ഷരം ഉള്ളൂ. അതുകൊണ്ട് തന്നെ അറബി ഭാഷയ്ക്ക് ഒരു പേര് കൂടിയുണ്ട്, ലുഗത്തു അദ്വാദ്. ദ്വാദിൻ്റെ ഭാഷ എന്നുള്ള ഒരു പേര് കൂടി നമുക്ക് അറബി ഭാഷയ്ക്ക് കാണുവാൻ പറ്റും. ഓക്കെ, അടുത്ത അക്ഷരമാണ് ത്വ. ഏതാണ്? ത്വ. ഏതാണ്? ത്വ. ഇത് എങ്ങനെ എഴുതുകയെന്ന് മനസ്സിലായോ? സ്വാദിൻ്റെ ആദ്യത്തെ ഭാഗവും പിന്നെ ഒരു അലിഫ്. സ്വാദിൻ്റെ ആദ്യത്തെ ഭാഗവും പിന്നെ ഒരു അലിഫ്. ഫതഹ ആണെന്നെങ്കിൽ ഫതഹ ഇട്ടാൽ ത്വ എന്ന് വായിക്കും. ഉണ്ടോ? ത്വ. ഇനിയോ കെസുറാണ് ഇടുന്നെങ്കിലോ കെസുറിട്ടാൽ ത്വി എന്ന് വായിക്കും. ത്വി. ലമ്മാണ് ഇട്ടാൽ ലമ്മിട്ട് കഴിഞ്ഞാൽ തു എന്ന് വായിക്കും. സുക്കൂനാണെന്നെങ്കിലോ ത് എന്ന് വായിക്കും. അപ്പോൾ ത്വ, ത്വി, തു, ത്. അടുത്ത അക്ഷരം ത്വഇൻ്റെ ഉള്ളിൽ ഒരു പുള്ളി നൽകിക്കഴിഞ്ഞാൽ അത് വ എന്ന് വായിക്കും. ഇത് നമുക്ക് മലയാളത്തിൽ അക്ഷരം കാണാൻ പറ്റുക. വ. ഇതാണ് വ. ത്വ, വ. ത്വ, വ. ത്വ, വ. ഫതഹ ഇട്ടാൽ ഫതഹ ഇട്ട് കഴിഞ്ഞാൽ വ എന്ന് വായിക്കും. കെസ്റാണെന്നെങ്കിലോ വി എന്ന് വായിക്കും. ലമ്മിട്ടാൽ വു എന്ന് വായിക്കും. ഇനി സുക്കൂനിട്ടാലോ വ് എന്ന് വായിക്കും. ഓക്കെ, അടുത്ത അക്ഷരമാണ് ഐൻ. ഹർഫു അല്ല ഐൻ. അത് നമ്മളെ ഉള്ളിൽ നിന്ന് വരണം, തൊണ്ടയിൻ്റെ അവിടെ നിന്ന് എന്ത് ചെയ്യണം? വരണം. ഐൻ, ഐൻ. ഓക്കെ, ഫതഹ ആണെന്നെങ്കിലോ ആ എന്ന് വായിക്കും. ആ. ഫതഹ ഇട്ട് കഴിഞ്ഞാൽ ആ. കെസ്റാണ് ഇട്ടാലോ കെസ്റിട്ടാൽ ഇ. കെസ്റിട്ട് കഴിഞ്ഞാൽ ഇ എന്ന് വായിക്കും. ലമ്മിട്ട് കഴിഞ്ഞാലോ ഉ എന്ന് വായിക്കും. ഇനിയോ ഇവിടെ ഒരു ചെറിയൊരു തെറ്റുണ്ട്. ഇവിടെ സുക്കൂനാണ്. ഓക്കെ, സുക്കൂൻ ഇട്ട് കഴിഞ്ഞാൽ എന്ന് വായിക്കും. ആ
ഇത് മലയാളത്തിലില്ല കേട്ടോ. ആ ഐ ഋ എ. ആ ഐ ഋ എ. ഓക്കെ. അടുത്തത് ഈ ഐനിന് ഒരു പുള്ളിട്ട് കഴിഞ്ഞാൽ എന്താണ്? ഒന്നുകൂടി നമ്മുടെ തൊണ്ടയിൻ്റെ ഉള്ളിൽ നിന്ന് എന്ന് വായിക്കും. ഓക്കെ. ഫത്ത ഇട്ട് കഴിഞ്ഞാൽ കെസറിട്ട് കഴിഞ്ഞാലോ ഗൈ. മലയാളത്തിലില്ല ഗൈ. ലമ്മിട്ട് കഴിഞ്ഞാൽ ഊ. ഇനി സുക്കൂനിട്ട് കഴിഞ്ഞാലോ എന്ന് വായിക്കും. അടുത്ത അക്ഷരം ഫ. ഏതാണ്? ഫ. ഹർഫു അൽ ഫാ. ഫ. അതിന് ഫത്ത ഇട്ട് കഴിഞ്ഞാൽ ഫ. കെസറിട്ടാലോ? കെസറിട്ട് കഴിഞ്ഞാൽ ഫി എന്ന് വായിക്കും. ലമ്മിട്ട് കഴിഞ്ഞാൽ ഫു എന്ന് വായിക്കും. ഇനി സുക്കൂനാണെന്നെങ്കിലോ ഫ് എന്ന് വായിക്കും. അപ്പോൾ ഫ, ഫി, ഫു, ഫ്. അടുത്ത അക്ഷരം ഖ. ഏതാണ്? ഖ. ഖാഫ്. ഹർഫു അൽ ഖാഫ്. ഫതഹ ആണെന്നെങ്കിലോ എത്ര പുള്ളിയുണ്ട്? 2 പുള്ളിയുണ്ട് കേട്ടോ. 2 പുള്ളി. ഫതഹ ഇട്ട് കഴിഞ്ഞാൽ ഖ. നമ്മുടെ ഖ. ഖി. കെസറിട്ടാൽ ഖി. ലമ്മിട്ട് കഴിഞ്ഞാലോ ഊ. ഓക്കെ. ഇനി സുക്കൂനിട്ട് കഴിഞ്ഞാലോ ഖ. അപ്പോൾ ഖ, ഖി, ഖു, ഖ. ഖ, ഖി, ഖു, ഖ. അടുത്തൊരു കാഫ് കൂടിയുണ്ട് അറബിയിൽ. ഏതാണ്? കാഫ് എന്നാണ് പറയുക. കാഫ്. ക. നമ്മളെ സാധാ ക. ഓക്കെ. ഫതഹ ഇട്ടാൽ ഖ എന്ന് വായിക്കും. കെസറിട്ടാലോ? കെസറിട്ടാൽ കി എന്ന് വായിക്കും. ലമ്മിട്ട് കഴിഞ്ഞാൽ ഹു എന്ന് വായിക്കും. സുക്കൂനിട്ടാൽ ക്ക് എന്ന് വായിക്കും. ഓക്കെ. ഓക്കെ. അടുത്ത അക്ഷരമാണ് ലാ. ഏതാണ്? ഹർഫു അല്ലാം. ലാമിന് നമ്മൾ ഫതഹ ഇട്ട് കഴിഞ്ഞാൽ ല എന്ന് വായിക്കുന്നു. കെസറിട്ട് കഴിഞ്ഞാൽ ഇത് മലയാളത്തിൽ നമ്മൾ എഴുതണം ലി എന്ന് വായിക്കുന്നു. ലമ്മിട്ട് കഴിഞ്ഞാലോ? ലമ്മിട്ട് കഴിഞ്ഞാൽ ലു എന്ന് വായിക്കും. ഇനിയോ ല് എന്ന് വായിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സെഷനിൽ ഇതെന്ത് ചെയ്യും? മുഴുവനാക്കും. ഓക്കെ.